എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3ാം സെമസ്റ്ററിലെ 3038 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ലാബ് സെഷനാണ്. ഇതാണ് ഡിഫറെൻ്റ് എക്സ്പെരിമെൻറ്റ്സ്. ഓരോ എക്സ്പെരിമെൻറ്റും ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ ഡി സി സർക്യൂട്ട്. ഫസ്റ്റ് എന്താണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V/I. ഓംസ്ലയുടെ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒരു ഡി സി സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്യുന്നു യൂസിങ് വോൾട്ട് മീറ്റർ, അതുപോലെ കറണ്ട് മെഷർ ചെയ്യുന്നു യൂസിങ് അമീറ്റർ. ദെൻ ഇതിൻ്റെ റേഷ്യോ V/I എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് വേണം, ആൻഡ് ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്. We can call it as R. Then ഇതിലേക്കൊരു സപ്ലൈ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കറണ്ട് നമ്മൾ വേരി ചെയ്യണം. കറണ്ട് വേരി ചെയ്യാനായിട്ട് ഒരു റിയോസ്റ്റാറ്റ് ഇവിടെ, വേരിയബിൾ റിയോസ്റ്റാറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. വേരിയബിൾ റിയോസ്റ്റാറ്റ് ഫോർ കൺട്രോളിങ് ദി കറണ്ട്. ദെൻ ഇതിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കാം. ഒരു ICDP സ്വിച്ച്, അയൺക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് വഴിയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ദെൻ ഈ സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ ഒരു ഫ്യൂസ് കണക്ട് ചെയ്യണം. ഇവിടേക്കാണ് വോൾട്ടേജ് കൊടുക്കുക. ദറ്റ് ഈസ് എ DC വോൾട്ടേജ്. ദെൻ 12 വോൾട്ട് DC. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യണം. വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സോ കണക്ടിങ് എ വോൾട്ട് മീറ്റർ ദെയർ. ഇതൊരു DC മീറ്റർ ആയതുകൊണ്ട് പൊളാരിറ്റി ഉണ്ട്. 12 വോൾട്ടാണ് ഇൻപുട്ട് എന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ 0 to 15 വോൾട്ടിൻ്റെ ഒരു മൂവിങ് കോയിൽ മീറ്ററാണ് നമ്മൾ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യണം. കറണ്ട് മെഷർ ചെയ്യാൻ ഇൻ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന മീറ്റർ. ആ മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. പ്ലസ് മൈനസ് 0 to 2 ആംപിയറിൻ്റെ അമീറ്റർ നമുക്ക് മതി അവിടെ, മൂവിങ് കോയിൽ മീറ്റർ. ദെൻ ഫ്യൂസിൻ്റെ റേറ്റിംഗ് 2 ആംപിയർ. സോ ICDP സ്വിച്ച് രണ്ടും ഒരേ സമയത്ത് ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഡോട്ടഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ദെൻ ദ വേരിയബിൾ റിയോസ്റ്റാറ്റിൻ്റെ റേറ്റിംഗ് 10 ohm 5 ആംപിയർ ആണ്. ഓക്കെ. ദെൻ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് ഇവിടെ 12.5 ohm 10 ആംപിയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ദ പ്രൊസീജിയർ? സോ പ്രൊസീജിയർ പറയുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ പറയണം. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻസ് ഇതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഓരോ സ്വിച്ചിൻ്റെ പൊസിഷൻ അതുപോലെയുള്ള കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം. ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് റെസിസ്റ്റൻസ് ഒരു വേരിയബിൾ റിയോസ്റ്റാറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഫോർ കൺട്രോളിങ് ദ കറണ്ട്. അപ്പോൾ ഇനീഷ്യലി ആ റിയോസ്റ്റാറ്റ് അറ്റ് ദ മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷൻ ആയിരിക്കണം. കാരണം ആ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് മിനിമം വരാൻ പാടുള്ളൂ. സോ ദാറ്റ് റെസിസ്റ്റൻസ് വേരിയബിൾ റിയോസ്റ്റാറ്റ് അറ്റ് മാക്സിമം റെസിസ്റ്റൻസ് പൊസിഷൻ. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ക്ലോസ് ദ ICDP സ്വിച്ച്. അയൺക്ലാഡ് ഡബിൾ പോൾ എന്നാണ് ICDP മീനിങ്. ICDP സ്വിച്ച് ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ആ സമയത്ത് ഒരു റീഡിംഗ് ഉണ്ടാവും. നോട്ട് ഡൗൺ ദ റീഡിങ്സ്. എടുക്കുക. ആരുടെയൊക്കെ? വോൾട്ട് മീറ്റർ അതുപോലെ തന്നെ അമീറ്ററിൻ്റെ. ദെൻ ഈ റിയോസ്റ്റാറ്റ് കുറച്ച് വേരി ചെയ്യാം. അതായത് മാക്സിമത്തിലായിരുന്നു കുറച്ച് മിനിമത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? 1, 2, 3 റീഡിങ്സ് എടുക്കുക. പല വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ റീഡിങ്സ് എടുക്കുക. ഓക്കെ. ദെൻ നമുക്കൊരു ടാബ്ലർ കോളം വേണം.
ടേബിൾ കോളത്തിൽ എന്തൊക്കെ വേണം? ഞാൻ സൈഡ് വരയ്ക്കാം. സീരിയൽ നമ്പർ, വോൾട്ട്മീറ്റർ റീഡിംഗ്, ammeter reading, then resistance. Resistance എന്ന് പറയുന്നത് എന്താ? V divided by I, the ratio of voltage and current. So this is the experiment of measuring the resistance. Okay. Now move on to the next experiment, measurement of power in DC circuit. Measurement of power in DC circuit. So what is the power in DC circuit? P is equal to V into I. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? മെഷറിങ് ദ വോൾട്ടേജ് മെഷർ ചെയ്യാം. വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് വോൾട്ട് മീറ്റർ. ദെൻ സെക്കൻഡ്, കറണ്ട് മെഷർ ചെയ്യാം. കറണ്ട് എങ്ങനെ മെഷർ ചെയ്യും? യൂസിങ് അമീറ്റർ. ദെൻ ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ട് മീറ്റർ റീഡിംഗ്, അമീറ്റർ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പവർ. ഓക്കെ. ദെൻ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ സർക്യൂട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ഫോർ മെഷറിംഗ് ദ പവർ. സോ വി ഹാവ് എ റെസിസ്റ്റൻസ് 12.5 ohm 10 ampere റെസിസ്റ്റൻസ്. ഇതിലേക്ക് ഒരു സപ്ലൈ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് കൺട്രോൾ ചെയ്യാൻ വി ഹാവ് എ റെസിസ്റ്റൻസ്, വേരിയബിൾ റിയോസ്റ്റാറ്റ് 10 ohm 5 ampere. ഓക്കെ. ദെൻ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ഒരു അമീറ്റർ കണക്ട് ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസിയർ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വി ആർ കണക്ടിങ് എ വോൾട്ട് മീറ്റർ ദർ. സോ ഇതെല്ലാം ഡി സി മീറ്റേഴ്സാണ്, പൊളാരിറ്റി ഉണ്ട് എന്ന് മാർക്കരുത്, പ്ലസ് മൈനസ്. ഓക്കെ. 0 to 15 വോൾട്ട് മൂവിങ് കോയിൽ മീറ്റർ, മൂവിങ് കോയിൽ 0 to 2 ആംപിയർ മൂവിങ് കോയിൽ മീറ്റർ. ദെൻ ഇതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സപ്ലൈ കൊടുക്കാൻ യൂസിങ് ICDP സ്വിച്ച്. There is a fuse protection also, 2 ampere plus minus 12 volt DC is given. Okay. So procedure എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ പറയണം. എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ? ഇനീഷ്യൽ ICDP സ്വിച്ച് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ICDP switch is open. Okay. Then rheostat, variable rheostat at maximum resistance position. Maximum resistance position. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് ദ ICDP സ്വിച്ച്. ദെൻ പിന്നെ ആ ഒരു സമയത്ത് റീഡിംഗ് ഉണ്ടാവും. നോട്ട് ദ റീഡിങ്സ്. നോട്ട് ദ റീഡിങ്സ് ഓഫ് വോൾട്ട് മീറ്റർ ആൻഡ് അമീറ്റർ. Then vary the resistance or vary the rheostat. ഫുള്ള് സീറോ ആക്കണ്ട, കുറച്ച് 1-2 വേരിയേഷനിൽ റീഡിങ്സ് എടുക്കുക. നോട്ട് ദ റീഡിങ്സ്. ഓക്കെ. ദെൻ ടാബുലർ കോളം. സീരിയൽ നമ്പർ, വോൾട്ട് മീറ്റർ റീഡിംഗ്, അമീറ്റർ റീഡിംഗ്, ദെൻ പവർ. സോ പവർ ഈക്വൽ ടു V ഇൻറ്റു I. സോ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ യൂണിറ്റ്സ് എഴുതണം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആൻഡ് ദ പവറിൻ്റെ യൂണിറ്റ് ദറ്റ് ഈസ് വാട്ട്. ഇതുകൂടെ ഇതിൻ്റെ അകത്ത് എഴുതേണ്ടതാണ്. ഓക്കെ. സോ ദിസ് ഇസ് ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ AC സർക്യൂട്ട്. AC സർക്യൂട്ടിൽ
പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത്. അപ്പോൾ എ സി സർക്യൂട്ടിലെ പവർ ഇക്വേഷൻ പി എ സി ഈസ് ഈക്വൽ ടു വി ഐ കോസ് വൈ. ഡി സിയിൽ നമ്മൾ കണ്ട പവർ എങ്ങനെയായിരുന്നു? വി ഇൻറ്റു ഐ. ഡി സിയിലെ ഇക്വേഷൻ വി ഇൻറ്റു ഐ. അപ്പോൾ എ സിയിൽ ഒരു ഫാക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് ദ പവർ ഫാക്ടർ. വി ഐ കോസ് വൈ ആണ് എ സിയിലെ പവറിൻ്റെ ഇക്വേഷൻ. ഇത് വോൾട്ട്മീറ്റർ അമീറ്റർ മെത്തേഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. നമ്മളവിടെ ഉപയോഗിക്കുന്ന മീറ്റർ വാട്ട് മീറ്റർ ആണ്. വാട്ട് മീറ്റർ. വാട്ട് മീറ്ററിന് 2 കോയിൽസ് ആണുള്ളത്. ദിസ് ഈസ് വൺ കോയിൽ ആൻഡ് അതർ കോയിൽ. 2 കോയിൽസ് ആണ്. ഈ ആദ്യത്തെ കോയിൽ വരച്ചത് ഒരു സിംഗിൾ ടേൺ ഉള്ള കോയിൽ കറണ്ട് കോയിൽ എന്നും അതർ വൺ പ്രഷർ കോയിലും എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കറണ്ട് കോയിലിൻ്റെ മാർക്കിങ് എം എൽ എന്നുള്ളതാണ്. എം എൽ. ഇത് സി വി. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എമ്മും സിയും ഷോർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് വാട്ട് മീറ്റർ, കറണ്ട് കോയിൽ ആൻഡ് പ്രഷർ കോയിൽ, എം എൽ സി വി. ഓക്കെ, ദെൻ ഇതിൻ്റെ റേറ്റിംഗ്സ് പറയുന്നത് ഫോർ എക്സാമ്പിൾ 250 വോൾട്ട് ആംബിയർ പറയും, ദാറ്റ് ഈസ് 5 ആംബിയർ. ദെൻ എൽ പി എഫ് ഓഫ് യു പി എഫ് എന്ന് പറയാറുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന യു പി എഫ് മീറ്ററാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എടുക്കുക. ഓക്കെ, ദിസ് ഇസ് ദ വാട്ട് മീറ്റർ. ദെൻ നമുക്കിവിടെ ലോഡ് വേണം. ലോഡ് ഉപയോഗിക്കുന്നത് ലാമ്പ് ലോഡാണ്. അതായത് കുറേ അധികം ബൾബുകൾ, ഇലക്ട്രിക്കൽ ലോഡാണ് ഉപയോഗിക്കുന്നത്. കുറേ അധികം ബൾബുകൾ സീരീസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലാമ്പ് സിസ്റ്റമാണ്. സോ വി കോൾ ഇറ്റ് ആസ് ലാമ്പ് ലോഡ്, LAMP, ലാമ്പ് ലോഡ്. ലാമ്പ് ലോഡ് അതിൻ്റെ റേറ്റിംഗ് 2500 വാട്ട്സ് ആണ്, ഓർ 2.5 കിലോ വാട്ട്. ഓക്കെ, നമുക്ക് ഡയഗ്രാം വരച്ചു തുടങ്ങാം. ഫ്രം ദ ലാമ്പിൽ നിന്ന് വരച്ചു തുടങ്ങാം. സോ ഈ ലാമ്പ് ലോഡ് കൺട്രോൾ ചെയ്യാൻ വി നീഡ് എ സ്വിച്ച്. There is a switch, then connecting a lamp load. This is a representation of a load, 2.5 kilowatt lamp load. Okay, then ഇതിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കാം. സോ വി ആർ ഗിവിങ് ആൻ AC സപ്ലൈ. അപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് വേണം സപ്ലൈ കൊടുക്കാൻ. സോ ദിസ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സ്വിച്ച് വേണം, ICDP സ്വിച്ച് വേണം. ഈ സ്വിച്ച് ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഡോട്ട് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ വേരിയബിൾ പോയിന്റ്. വേരിയബിൾ വോൾട്ടേജ് എടുക്കുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സപ്ലൈ കൊടുക്കുക. സോ ഇവിടെ ഒരു ഫ്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഫ്യൂസ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതേ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ന്യൂട്രൽ സൈഡിൽ ന്യൂട്രൽ ലിങ്ക് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ന്യൂട്രൽ ലിങ്ക്, ഇത് ഫ്യൂസ്, ഇത് ന്യൂട്രൽ ലിങ്ക്. ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഫേസ് ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്യുന്നു. സപ്ലൈ വോൾട്ടേജ് നമ്മളിവിടെ എഴുതണം. 230 വോൾട്ടാണ്, 50 ഹെർട്സ് ആണ്, സിംഗിൾ ഫേസ് ആണ്, AC സപ്ലൈ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ 0 to 270 വോൾട്ടേജ് വരെ ഈ ഓട്ടോ ട്രാൻസ്ഫർ ഔട്ട്പുട്ട് വരും. 0 to 270 സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫർ എന്ന് ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇനി പവർ മെഷർ ചെയ്യാൻ നമുക്ക് ആര് വേണം? വാട്ട് മീറ്റർ വേണം. സോ വി ആർ കണക്ടിങ് എ വാട്ട് മീറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കറണ്ട് കോയിലും വരുന്നു. സോ കറണ്ട് കോയിൽ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ലോഡ്. ലോഡിന് സീരീസ് ആയിട്ടായിരിക്കും. അടുത്ത പ്രഷർ കോയിൽ. ഓക്കെ, പ്രഷർ കോയിൽ ലോഡിന് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ലോഡ്, ലാമ്പ് ലോഡാണ്. സോ ഇതിങ്ങനെ ഒരു സർക്കിളിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് ML, ഇത് CV. ഈ എമ്മും സിയും ഷോർട്ട് ചെയ്യണം. എമ്മും സിയും ഷോർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, V. ദെൻ ഇത് നേരെ കണക്ട് ചെയ്യുന്നു, ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നു. ദെൻ CV, V ഈ താഴത്തെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ CV എന്ന് പറഞ്ഞ കോയിൽ ലോഡിന് പാരലായിട്ട് വരും. ML കറണ്ട് കോയിൽ സീരീസ് ആയിട്ടും വരും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? വോൾട്ടേജ് മെഷർ ചെയ്യണം. അതിൻ്റെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. ദിസ് ഇസ് എ വോൾട്ട് മീറ്റർ. AC മീറ്റർ ആയതുകൊണ്ട് പൊളാരിറ്റി ഇല്ല. അതുപോലെ കറണ്ട് മെഷർ ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ദ കറണ്ട്. ആ മീറ്റർ ഈസ് കണക്റ്റഡ് ഹിയർ. ഓക്കെ, ഇതിൻ്റെ റേറ്റിംഗ് നമുക്ക് എഴുതാം. 250 വോൾട്ട്, അതായത് 230 വോൾട്ടാണ് സപ്ലൈ. സോ 250 വോൾട്ട്,
5 ആംപിയറിൽ കൂടുതൽ കറണ്ട് ഇവിടെ പോകാറില്ല. സോ 5 ആംപിയർ UPF മീറ്റർ, UPF. അതുപോലെ അമീറ്ററിൻ്റെ റേറ്റിംഗ് 5 ആംപിയർ ആണ്. നമ്മൾ അതിൽ കൂടെ പോകുന്നില്ല. 0 to 5 ആംപിയർ. വോൾട്ട് മീറ്റർ റീഡിംഗ് 0 to 300 വോൾട്ടിൻ്റെ മൂവിങ് അയൺ മീറ്റേഴ്സ് ആണ് ഇതെല്ലാവേ, മൂവിങ് അയൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ പറയണം. സോ ഇനീഷ്യൽ കണ്ടീഷൻസ്, ICDP സ്വിച്ച് ആദ്യമുണ്ട്. ICDP സ്വിച്ച് എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. ഈസ് ഓപ്പൺ. ICDP സ്വിച്ച് ഈസ് ഓപ്പൺ. ICDP സ്വിച്ച് ഈസ് ഓപ്പൺ. 2 ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ അറ്റ് മിനിമം പൊസിഷൻ ആയിരിക്കും. ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് അറ്റ് മിനിമം എന്ത് പൊസിഷനോ? മിനിമം വോൾട്ടേജ് പൊസിഷൻ എന്ന് പറയും കേട്ടോ. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇനീഷ്യലി എന്തായിരിക്കും? 0 ആയിരിക്കും, വോൾട്ടേജ് പൊസിഷൻ. ദെൻ ഒരു എസ് ഉണ്ടല്ലോ, സ്വിച്ച് എസ് ഈസ് ഓപ്പൺ. എസ് ഈസ് ഓപ്പൺ. അതുപോലെ തന്നെ ഇനീഷ്യലി നോ ലോഡിന് സ്റ്റാർട്ട് ചെയ്യും. നോ ലോഡ്. ഇത്രയുമാണ് ഇനീഷ്യലുള്ള കണ്ടീഷൻസ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ICDP സ്വിച്ച് ക്ലോസ് ചെയ്യാം. ക്ലോസ് ICDP സ്വിച്ച്. 2 എന്ത് ചെയ്യുക? വേരി ദ ഓട്ടോ ട്രാൻസ്ഫോമർ. വേരി ദ ഓട്ടോ ട്രാൻസ്ഫോമർ. വേരി ദ ഓട്ടോ ട്രാൻസ്ഫോമർ എവിടെ വരെ? റേറ്റഡ് വോൾട്ടേജ് വരെ. ടിൽ റേറ്റഡ് വോൾട്ടേജ് എത്ര? 230. ആര് റീഡ് ചെയ്യും? വോൾട്ട് മീറ്റർ. ടിൽ വോൾട്ട് മീറ്റർ റീഡ്സ് റേറ്റഡ് വോൾട്ടേജ്. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട്. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനി എന്തിനാ? ലോഡ് കണക്ട് ചെയ്യണം. ലോഡ് കണക്ട് ചെയ്യണം എന്തിനാ? ക്ലോസ് ദ സ്വിച്ച് എസ്. എന്നാലേ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ക്ലോസ് ദ സ്വിച്ച് എസ്. ദെൻ പുട്ട് ദ ലോഡ് ഇൻ സ്റ്റെപ്സ്. ഓരോ സ്റ്റെപ്പിലും സ്വിച്ച് ആണ് അവിടെ. ഓരോ സ്വിച്ച് ഓൺ ആകുമ്പോൾ അവിടെ ലാമ്പ് ലോഡ് ഓൺ ആകും. പുട്ട് ദ ലോഡ് ഇൻ സ്റ്റെപ്സ്. ഓക്കെ, പുട്ട് ദ ലോഡ് ഇൻ സ്റ്റെപ്സ്. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വോൾട്ട് മീറ്ററും അമീറ്റർ റീഡിങ്ങും വാട്ട് മീറ്റർ റീഡിങ് ഉണ്ടാവും. സോ നോട്ട് ദ മീറ്റർ റീഡിങ്സ്. നോട്ട് ദ മീറ്റർ റീഡിങ്സ്. ഓക്കെ, ഇത് എവിടെ വരെ ചെയ്യണം? Put the load till the ammeter reads the rated current. Put the load till ammeter reads rated current വരെ. റേറ്റഡ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 2.5 kW ഡിവൈഡ് ബൈ 230 വോൾട്ട് ചെയ്യണം. നിങ്ങളൊരു 3-4 റീഡിങ്സ്, ഒരു 2-3 ലോഡ് ഇട്ടിട്ട് റീഡിങ്സ് എടുത്താൽ മതിയോ. ഓക്കെ, റേറ്റ് കറണ്ട് എന്ന് പറയുന്നത് പവർ 2.5 2500 kW ഡിവൈഡ് ബൈ 230 വോൾട്ടാണ്. ആ ഒരു റേഞ്ചിങ് വരെ നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കാം. ഇനി ടാബ്ലർ കോളം, സീരിയൽ നമ്പർ, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ റീഡിങ്, മീറ്റർ റീഡിങ്സ് ഓർ അതുപോലെ അമീറ്റർ റീഡിങ്സ്, പിന്നെ വാട്ട് മീറ്റർ റീഡിങ്സ്. ഓക്കെ, വോൾട്ട് മീറ്റർ വോൾട്ടേജ് ആണ്, ആംബിയർ ആണ്, വാട്ടേജ് ആണ്. ഇതിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് പവർ ഫാക്ടറോടെ കണ്ടുപിടിക്കണം. പവർ ഫാക്ടർ സംടൈംസ് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവുക. സോ പവർ ഫാക്ടറോടെ കണ്ടുപിടിക്കാം. സോ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = VI cos Y. കോസ് വൈ എന്നാണ് പവർ ഫാക്ടർ. ഇപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ കോസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ, ഇതിൽ നിന്ന് ഇക്വേഷൻ വരുമ്പോൾ P ഡിവൈഡഡ് ബൈ VI. P ആര് തരും? വാട്ട് മീറ്റർ തരും. V ആര് തരും? വോൾട്ട് മീറ്റർ തരും. കറണ്ട് ആര് തരും? അമ്മീറ്റർ തരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുക. സോ ദാറ്റ് ഇസ് എ പവർ ഫാക്ടർ. അപ്പോൾ P ഡിവൈഡഡ് ബൈ V ഇൻറ്റു I ചെയ്താൽ പവർ ഫാക്ടർ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, പവർ മെഷർമെൻറ്റ് ഇൻ 3-phase സർക്യൂട്ട് യൂസിങ്
ടു വാട്ട് മീറ്റർ മെത്തേഡ്. ഒരു 3 ഫേസ് സർക്യൂട്ടിലെ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു √3 VL IL cos y. VL എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ്, IL ലൈൻ കറണ്ട്, cos y പവർ ഫാക്ടർ. ഇവിടെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഒരു 3 ഫേസ് ലോഡാണ്. അപ്പം സിംഗിൾ ഫേസിലാണെങ്കിൽ ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ കൺസപ്ഷൻ കണ്ടുപിടിക്കാം. 3 ഫേസ് സർക്യൂട്ട് ആകുമ്പോൾ 2 വാട്ട് മീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആദ്യം ലോഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് ദ സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ലാമ്പ് ലോഡ് തന്നെയാണ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ദെൻ ഈ സ്റ്റാർ കണക്റ്റഡ് ലോഡിലേക്കാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. അപ്പം പവർ കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഉപയോഗിക്കുക. 3 സെറ്റ് വൈൻഡിങ്സ് ഉള്ളൂ. ഫസ്റ്റ് വൈൻഡിങ്, സെക്കൻഡ് വൈൻഡിങ്, തേർഡ് വൈൻഡിങ്. 3 സെറ്റ് വൈൻഡിങ്സ് ഉണ്ടാവും. ഈ 3 സെറ്റ് വൈൻഡിങ്സ് ലാസ്റ്റ് പോയിന്റ്, അതായത് ഫിനിഷിംഗ് എൻഡ് നമ്മൾ ഷോർട്ട് ചെയ്യും. ബാക്കി 3 എണ്ണത്തിലേക്കാണ് നമ്മൾ ഒരു വോൾട്ടേജ് 3 ഫേസ് വോൾട്ടേജ് കണക്ട് ചെയ്യുക. R ഫേസ്, Y ഫേസ്, B ഫേസ് and the final one is the neutral. Then ഈ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫറിൽ സപ്ലൈ കൊടുക്കുന്നത് ഒരു ICTP അയൺ ക്ലഡ് ട്രിപ്പിൾ പോൾ സ്വിച്ച് വെച്ചിട്ടാണ്. സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ഈ 4 സ്വിച്ചും ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ ഡോട്ടഡ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, R, Y, B ആൻഡ് ന്യൂട്രൽ. ഇവിടെ നമുക്ക് ഫ്യൂസ് കൊടുക്കാം. ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക്. ഇവിടെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് മാർക്ക് ചെയ്യണം. സപ്ലൈ വോൾട്ടേജ് 415 വോൾട്ടാണ്. 415 വോൾട്ട്, 3 ഫേസ്, 50 ഹെർട്സ് AC. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമർ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് എഴുതാം. ദെൻ ഓട്ടോ ട്രാൻസ്ഫോമറിലുള്ള 3 വോൾട്ടേജസ് നമ്മൾ ഇവിടെ ലോഡിലേക്ക് കണക്ട് ചെയ്യണം. ഫസ്റ്റ് ഇതാണ് വേരിയബിൾ പോയിന്റ്, ഇതിന് ആറിലേക്ക് കണക്ട് ചെയ്തു. ദെൻ സെക്കൻഡ് വൈയിലേക്ക് കണക്ട് ചെയ്തു. ആൻഡ് തേർഡ് ബിയിലേക്ക് കണക്ട് ചെയ്തു. സോ ദിസ് ഇസ് എ ലോഡ് കണക്ഷൻ. ഇനി ഇവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? വോൾട്ട് മീറ്റർ വേണം. വോൾട്ടേജ്. സോ ഇവിടെ 3 ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഒരു 0 to 600 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ വേണം നമുക്ക് ഉപയോഗിക്കാൻ. മൂവിങ് അയൺ മീറ്റർ, AC ആയതുകൊണ്ട് മൂവിങ് അയൺ മീറ്റർ. ഓക്കെ, അതുപോലെ ഇതിൽ കൂടെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ we have to connect an ammeter here. 0 to 10 ampere moving iron. Then പവർ മെഷർ ചെയ്യാൻ 2 വാട്ട് മീറ്റർ ആണ് ഉപയോഗിക്കുക. 2 വാട്ട് മീറ്റർ കണക്ഷൻ, ഒരു വാട്ട് മീറ്റർ നമ്മൾ R ഫേസിൽ അതിൻ്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യും. സോ ഫസ്റ്റ് വാട്ട് മീറ്റർ കറണ്ട് കോയിൽ R ഫേസിൽ കണക്ട് ചെയ്തു. രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ B ഫേസിൽ കണക്ട് ചെയ്യും. ഓക്കെ, കറണ്ട് കോയിൽ ML and this is W1 and this is W2. Then pressure coil, ഇതാണ് pressure coil CV. പ്രഷർ കോയിൽ ഈ 2 കോയിൽ ഷോർട്ട് ചെയ്തിട്ട് നമ്മളത് നടുക്കത്തെ ഫേസിൽ Y ഫേസിൽ കണക്ട് ചെയ്യും. സോ ദർ ഇസ് എ ഷോർട്ടിങ് ഹിയർ. റിമെമ്പർ ദാറ്റ് ദർ ഇസ് എ ഷോർട്ടിങ് ഹിയർ CV. ഇതാണ് വാട്ട് മീറ്ററിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 600 വോൾട്ട്, 10 ആംപിയർ UPF meters. 10 ആംപിയർ UPF. ഓക്കെ, ഇത് 3 ഫേസ് ലാമ്പ് ലോഡ്. 2.5 കിലോവാട്ടിൻ്റെ. So this is the circuit diagram. Okay, then what about the procedure? Procedure പറയുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് പറയണം.
ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമം ആയിരിക്കണം, ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം, ICTP ആണ്, ട്രിപ്പിൾ പോളാണ്, സ്വിച്ച് ഓപ്പൺ, നോ ലോഡ്, ലോഡൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ICTP സ്വിച്ച് എന്ത് ചെയ്യുക, ക്ലോസ് ICTP സ്വിച്ച്, then vary the auto transformer till voltmeter reads rated voltage. Rated voltage എത്ര, 415 volt. Then single phase power measurement പോലെ തന്നെ put the load in steps, till ammeter reads rated current. Rated current ആണ് 2.5 kilowatt divided by that 415 ചെയ്ത് കഴിഞ്ഞാൽ rated current കിട്ടും. So this is the steps and note the readings. Readings ഏതാണ്, voltmeter reading, ammeter reading, wattmeter reading W1 and W2. ഇത്രയും റീഡിങ്സ് നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ടാബുലർ കോളം. ഇതിൽ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ പവർ ഈസ് ഈക്വൽ ടു √3 VL IL cos y. സോ ആകുമ്പോൾ ഇന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് cos y. പവർ ഫാക്ടർ cos y എന്ന് പറയുമ്പോൾ എന്തൊരു പവർ ബൈ √3 VL IL. പവർ ആര് തരും, വാട്ട് മീറ്റർ തരും. വോൾട്ടേജ് ആര് തരും, വോൾട്ട്മീറ്റർ തരും. കറണ്ട് ആര് തരും, അമ്മീറ്റർ തരും. ഇനി പവർ എന്ന് പറഞ്ഞാൽ 2 വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. സോ ടോട്ടൽ P ഈസ് ഈക്വൽ ടു W1 + W2. ഇതാണ് ടോട്ടൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ടാബുലർ കോളം, സീരിയൽ നമ്പർ, വോൾട്ട്മീറ്റർ റീഡിംഗ്, അമ്മീറ്റർ റീഡിംഗ്. ഓക്കെ, W1 W2. പവർ എന്ന് പറയുന്നത് എന്താ, the power is equal to sum of wattmeter reading W1 + W2. അതുപോലെ തന്നെ ഒരു കോളം കൂടെ ഇതിനകത്ത് വരും, ഇത്രയും പ്ലസ് പവർ ഫാക്ടർ cos y. ഇതാ ഇക്വേഷൻ എന്താ, P/√3 VL IL. പവർ ആര് വരും, P. ഓക്കെ, W1 + W2, VL വോൾട്ടേജ്, വോൾട്ട്മീറ്റർ തരും, IL കറണ്ട്, അമ്മീറ്റർ തരും. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് 2 lamps ആൻഡ് എ സോക്കറ്റ് കൺട്രോൾ ഇൻഡിപെൻഡൻ്റ്ലി. 2 ലാമ്പും ഒരു സോക്കറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ലേഔട്ട്. അതായത് ഈ ലേഔട്ട് അനുസരിച്ച് വേണം നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഫസ്റ്റ് 2 സ്വിച്ചസ് S1, S2, S3. S1 എന്ന് പറയുന്നത് L1 കൺട്രോൾ ചെയ്യാൻ, ലൈറ്റ് 1 കൺട്രോൾ ചെയ്യാൻ. അതുപോലെ S2 എന്ന് പറയുന്ന സ്വിച്ച് പ്ലഗ് പോയിന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ S3 എന്ന് പറയുന്ന സ്വിച്ചാണ് L2 എന്ന് പറയുന്ന ലാമ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻസ് ആണ്. അതായത് ഈ സ്വിച്ചസ് S1, S3 എന്ന് പറയുന്ന 2 സ്വിച്ചസും S2 എന്ന് പറയുന്ന സ്വിച്ചസും. ഇപ്പോൾ S2 എന്ന് പറയുന്നത് പ്ലഗ് പോയിന്റിനെ കൺട്രോൾ ചെയ്യുന്ന S2. ഇത് മുകളിലേക്ക് ഒരു ആരോ എന്ന് പറയുന്നത് അപ്പ് അല്ലെങ്കിൽ ഓഫ് പൊസിഷൻ എന്ന് പറയുന്ന മുകളിലേക്കുള്ള ആരോ ഓഫ് പൊസിഷൻ. അപ്പം പ്ലഗ് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഇത് താഴേക്ക് വരുമ്പോൾ ഓൺ, അതായത് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് താഴേക്കായിരിക്കും പൊസിഷൻ കിടക്കുക. അതിനാണ് ഡൗൺ പൊസിഷൻ എന്ന് പറയുക. അപ്പോൾ അത് ഓൺ ആയിരിക്കണം പ്ലഗ് പോയിന്റ്. അതാണ് പ്ലഗ് പോയിന്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ S1 അപ്പ് ആയിരിക്കുമ്പോൾ, അപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓഫാണ്, ലൈറ്റ് എന്തായി, ഓഫായി. S1 ഡൗൺ ആയിരിക്കുമ്പോൾ ലൈറ്റ് എന്തായി, ഓണായി. ഓക്കെ, അതുപോലെ തന്നെ S1 അപ്പ് ആയിരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതുപോലെ S3 അപ്പ് ആയിരിക്കുമ്പോൾ ലൈറ്റ് എന്തായിരിക്കണം, ഓഫ് ആയിരിക്കണം. അപ്പ് ആയിരിക്കുമ്പോൾ ഓഫ്, അതുപോലെ തന്നെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഓൺ ആയിരിക്കണം. ഇതാണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് വർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ഇത് എർത്ത് എന്തിനാണ്, ഇവിടെ 1-2 കാര്യങ്ങൾ പറയാം. ഒരു സ്വിച്ച് സിംഗിൾ വേ സ്വിച്ച് ആണെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് അതിൻ്റെ മാർക്ക് ചെയ്യുക. ഓക്കെ, സിംഗിൾ വേ സ്വിച്ച്. 2 വേ സ്വിച്ച് ആണെങ്കിൽ ഇത് സെൻറ്റർ പോയിന്റ്, അപ്പ് പോയിന്റ്, ഡൗൺ പോയിന്റ്, ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക. അപ്പം
ഈ ആരോ എന്ന് പറയുന്നത് ഇത് സെൻറ്റർ പോയിന്റ് ആണ്. ഈ മുകളിലേക്കും കണക്ഷൻ പോകും, താഴേക്കും പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരിടത്തേക്ക് മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് മുകളിലേക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഒരു സോളിഡ് കട്ടിയുള്ള ഒരു ലൈൻ കൊണ്ട് വരച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം അതർ സൈഡിലേക്കും പോകാം. സോ ഞാനൊരു ഡോട്ടർ ലൈൻ കൊണ്ട് താഴേക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതാണ് ടു വേ സ്വിച്ചിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് പ്ലഗ് പോയിന്റ് ആണ്. പ്ലഗ് പോയിന്റിൽ ബേസിക്കലി 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡിലെ ഫേസ്, ലെഫ്റ്റ് സൈഡിലെ ന്യൂട്രൽ, ദെൻ ഇവിടെ മുകളിലുള്ളത് എർത്ത് പോയിന്റ് കുറച്ചുകൂടി വലുതാണ് എർത്ത്. ഓക്കെ, ഇതാണ് പ്ലഗ് പോയിന്റിലെ 3 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ലേഔട്ട് അനുസരിച്ചിട്ട് ഈ താഴെ ആരൊക്കെ ഉണ്ട്, 2 സ്വിച്ചസും ഒരു പ്ലഗ് പോയിന്റും അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സ്വിച്ചാണിത്, ഈ ഒരു സ്വിച്ച്. ഇത് 2 ഡയറക്ഷനിൽ വരയ്ക്കാം സ്വിച്ച്. ഇത് സെക്കൻഡ് സ്വിച്ച്. ഈ സെക്കൻഡ് സ്വിച്ച് വേണം ആരെ കൺട്രോൾ ചെയ്യാൻ, പ്ലഗിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഇതാണ് പ്ലഗ് പോയിന്റിന്റെ 3 പോയിന്റ്. റൈറ്റ് സൈഡിലെ ഫേസ്, ലെഫ്റ്റിലെ ന്യൂട്രൽ, ഇത് എർത്ത് ഉണ്ടോ. ആ എർത്തിലേക്കാണ് ആ ഒരു ഡോട്ടർ ലൈൻ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എർത്തിലേക്ക് ആ ഡോട്ടർ ലൈൻ പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സോ ഫേസ് എന്ന് പറയുന്ന ഫേസ് ലൈൻ ഫ്യൂസിൽ കൂടെ വന്നു, സ്വിച്ചിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് എത്തി. അപ്പം ഈ സ്വിച്ചിലേക്ക് ഈ സൈഡിലേക്ക് ആര് വന്നു, ഫേസ് വന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു ബൾബ് ഇതാണ്. ആ ബൾബിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു സ്വിച്ചാണ്. സോ ഫേസ് എപ്പോഴും കണക്ട് ചെയ്യുന്നത് സ്വിച്ചിൽ കൂടെ മാത്രമേ കണക്ട് ചെയ്യാറുള്ളൂ, ത്രൂ സ്വിച്ച്. അതർ സൈഡിൽ ആരെ കണക്ട് ചെയ്തു, ന്യൂട്രൽ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഒരു ബൾബ് ആണെന്നുണ്ടെങ്കിൽ ഫേസ് വേണം. ആ ഫേസ് ഇതുവഴിയാണ് പോവുക, സ്വിച്ചിൽ കൂടെ പോവുക. അതുകൊണ്ടാണ് ഇവിടെ ഈ ഫേസ് നേരെ ഫ്യൂസ് വഴി എന്ത് ചെയ്തു, സ്വിച്ചിൻ്റെ ഒരു പൊസിഷൻ വന്നു. മറ്റേ എൻ്റെ എങ്ങോട്ട് പോയി, നിങ്ങളിവിടെ നോക്കിക്കേ, കണ്ടോ സ്വിച്ച് ഒരു പോലെ. ഓക്കെ, സ്വിച്ചിൻ്റെ അതർ എൻ്റെ ഇവിടെ പോയി, ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് പോയി. കണ്ടോ, നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്താൽ മനസ്സിലാവും. അതർ എൻഡ് ഇങ്ങനെ നേരെ പോയി, ബൾബിൻ്റെ അതർ എൻഡ്. ഓക്കെ, ഇനി ബൾബിൻ്റെ മറ്റേ വശമോ ഉണ്ട്, അത് നേരെ ഇവിടെ പോയി ന്യൂട്രലിലേക്ക് പോയി. ഉണ്ടോ, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബൾബിൻ്റെ മറ്റേ അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു ന്യൂട്രലിലേക്ക്, ദെൻ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സ്വിച്ച് S1 ക്ലോസ് ചെയ്യുമ്പോൾ L1 എന്ത് ചെയ്യും, ഓൺ ആവും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ്, അതായത് പ്ലഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഫേസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ സെയിം ഫേസ് എന്ത് ചെയ്തു, അടുത്ത സ്വിച്ചിലെ ഒരു എൻഡിലേക്ക് വന്നു. ഓക്കെ, അടുത്ത സ്വിച്ചിലെ എൻഡിലേക്ക് വന്നു. ദെൻ അതെവിടേക്കാണ് പോയി, അതിൻ്റെ അതർ എൻഡ് എന്ന് പറയുന്നത് എവിടെയാവുന്നു, ആ സ്വിച്ചിൻ്റെ അതർ എൻഡ് പ്ലഗ് പോയിന്റിന്റെ ഫേസിലേക്ക് വന്നു. ഫോർ എക്സാമ്പിൾ ഇതേ ഫിഗർ തന്നെ നമുക്ക് എടുക്കാം. സോക്കറ്റ് ഇതാണ്, ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എർത്ത് പോയിന്റ് ഓൾറെഡി കണക്ട് ചെയ്തു. ഇത് ഫേസ് ആണ്, ഇത് ന്യൂട്രൽ ആണ്. അപ്പം ഈ സ്വിച്ചിൽ നിന്ന് ഫേസ് അങ്ങോട്ട് വരണം, എന്താ ഫേസിലേക്ക് കണക്ട് ചെയ്തു. കണ്ടോ, ഫേസിലേക്ക് കണക്ട് ചെയ്തു. ന്യൂട്രൽ നേരെ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഈ ബ്ലൂ ലൈൻ കൊണ്ട് വരച്ചാണ്. നേരെ ഫേസിലേക്ക് എന്ത് ചെയ്തു, അത് കണക്ട് ചെയ്തു. സ്വിച്ചിൽ നിന്ന് ഫേസിലേക്ക് കണക്ട് ചെയ്തു. ദെൻ ന്യൂട്രൽ എന്ത് ചെയ്തു, ഇതാണ് ന്യൂട്രൽ, ലെഫ്റ്റ് സൈഡിലാണ് ന്യൂട്രൽ. ന്യൂട്രൽ എവിടെ പോയി, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നേരെ കയറി ഉണ്ട്, ഈ ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ വന്നു. ഉണ്ടോ, ഈ ഒരു പോയിന്റാണ്. ആ പോയിന്റ് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പ്ലഗ് പോയിന്റ് ന്യൂട്രൽ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. പ്ലഗ് പോയിന്റ് ഫേസിലേക്ക് എവിടെ നിന്ന് വന്നു, സ്വിച്ചിൽ നിന്ന് അതിലേക്ക് കണക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി S3 സ്വിച്ചിൻ്റെ ഒരു എൻഡിൽ ആര് വരണം, ഫേസ് വരണം. നിങ്ങൾ നോക്കിക്കണ്ടോ, ഈ ഒരു പോയിന്റ്, ഈ താഴത്തെ പോയിന്റിൽ നിന്ന് ഫേസ് എടുത്തിരിക്കുന്നുണ്ടോ, കണ്ടോ ഫേസ് വന്നു. സ്വിച്ചിന് അതർ എൻഡ് ഇവിടെ പോയി, ബൾബിലേക്ക് പോയി. ബൾബിന് അതർ എൻഡ് ഇവിടെ വരണ്ടേ, ന്യൂട്രലിൽ വരണം. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ഈ പ്ലഗ് പോയിന്റ് ന്യൂട്രലിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് എങ്ങോട്ട് പോയിട്ടുള്ളത്, ബൾബിന്റെ ന്യൂട്രലിലേക്ക് പോയിട്ടുള്ളത്, ഓർ ബൾബിന്റെ അതർ എൻഡിലേക്ക് പോയിട്ടുള്ളത്. സോ സ്വിച്ച് S3 ക്ലോസ് ചെയ്യുമ്പോൾ ആരോണാവും, L2 ഓണാവും. ഓക്കെ, ഇതാണ് ആ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെറ്റീരിയൽസ് റിക്വയർഡ്. ഇതിൻ്റെ ഓരോ ക്വാണ്ടിറ്റിയും അത് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ, ഇതും എസ്റ്റിമേഷൻ എന്ന് പറയും, മെറ്റീരിയൽസ് റിക്വയർഡ് ഓർ എസ്റ്റിമേഷൻ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ റെക്കോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഏതൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് മനസ്സിലാക്കി അതുകൂടെ ഈ എസ്റ്റിമേഷനിൽ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ഈസ്
വൺ ലാമ്പ് കൺട്രോൾ ബൈ ടു ഇൻഡിപെൻഡൻറ്റ് സ്വിച്ച്. രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഒരു ലാമ്പിനെ കൺട്രോൾ ചെയ്യുക. ഇതിനെ സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ സ്റ്റെയർ കേസുകളിൽ ഉപയോഗിക്കുന്ന ഒരു വയറിംഗ് രീതിയാണിത്. അല്ലെങ്കിൽ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കാറുണ്ട്. സ്റ്റെയർ കേസിലേക്ക് ഉപയോഗിക്കുമ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന നേരം നമ്മൾ താഴത്തെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയറിലെ ലൈറ്റ് ഓൺ ആകുകയും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ മുകളിലത്തെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ബൾബ് ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലേഔട്ട് അനുസരിച്ച് തന്നെ വേണം വരാൻ. ലേഔട്ട് എങ്ങനെയാണ്? ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, കണക്ഷൻ വരുന്നു, താഴേക്ക് ഒരു S1 ഉണ്ട്, ഇവിടേക്ക് S2 ഉണ്ട്. ഇതിൻ്റെ മിഡിലായിട്ട് വേണം ആര് വരാൻ? L1 വരാൻ. S1 S2. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലേഔട്ട് അനുസരിച്ച് തന്നെ വേണം വയറിംഗ് ഡയഗ്രം വരാൻ. ഇതാണ് അതിൻ്റെ വയറിംഗ് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് നമുക്ക് എഴുതാനുണ്ട്. അത് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് സർക്യൂട്ട് നോക്കിയിട്ട് തന്നെ കണ്ടീഷൻസ് പറയുന്നൊന്നുമില്ല. സ്വിച്ചിൻ്റെ കണ്ടീഷൻസ് എന്തായിരിക്കുന്നു, ആ സമയത്ത് ബൾബ് എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, S1 S2 രണ്ട് സ്വിച്ചസ് ആണ്, ഒരു L1 എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത് അപ്പ് ഡൗൺ ആണ്. ഇതിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 2 വേ സ്വിച്ച് ആണ്. മുകളിലേക്ക് കണക്ഷനെങ്കിൽ അതിനെ വിളിക്കുന്ന അപ്പ് എന്നായിരിക്കും. ആരോ ഇങ്ങനെയായിരിക്കും അപ്പ് ആരോ. ഓക്കെ, താഴേക്കാണ് കണക്ഷനെങ്കിൽ ഡൗൺ ആരോ. ഓക്കെ, ഡൗൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. രണ്ട് സ്വിച്ചും അപ്പായിരിക്കുന്ന കണ്ടീഷൻ. ആദ്യത്തെ സ്വിച്ച് അപ്പും രണ്ടാമത്തെ സ്വിച്ച് ഡൗണും ആയിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ഫസ്റ്റ് സ്വിച്ച് ഡൗണും ഈ സ്വിച്ച് അപ്പും ആയിരിക്കുന്ന കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ രണ്ടും ഡൗൺ ആയിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, റൈറ്റ്. ഇവിടെ നമുക്ക് കണക്ഷൻ നോക്കാം. കണക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ എപ്പോഴും ഡയറക്റ്റ് ബൾബിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. ഫേസ് ത്രൂ സ്വിച്ച് ആയിരിക്കും. ഉണ്ടോ, ഫസ്റ്റ് സ്വിച്ചിലേക്ക് വന്നു, ഇത് മുകളിലേക്കുണ്ട്, താഴേക്ക് ഡോട്ട് ലൈൻ മാർക്ക് ചെയ്യണം, നേരെ ഇങ്ങനെ കയറി. അപ്പോൾ ഈ കണക്ഷൻ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് സെൻറ്റർ പോയിന്റ്, ഇതിങ്ങനെ കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് രണ്ടും അപ്പായിരിക്കുന്ന സമയം, ഇതും അപ്പാണ്, S1 S2 അപ്പായിരിക്കുന്ന സമയം. അപ്പം എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ അല്ലെങ്കിൽ മുകളിലത്തെ പൊസിഷൻ. ഓക്കെ, ദെൻ ഇത് അപ്പായിരിക്കുന്ന സമയത്ത് സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യും? ഫേസ് കറണ്ട് ഇങ്ങനെ വന്നു, ഇത് അപ്പാണ്, അപ്പോൾ എങ്ങോട്ട് സപ്ലൈ പോകും? മുകളിലേക്ക് പോകും, ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. ഇത് എവിടെ നിൽക്കുന്നത്? അപ്പില്ല. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ, ഇത് അപ്പായതുകൊണ്ട് താഴേക്ക് കണക്ഷൻ പോയി, ഫേസ് എവിടെ വന്നു? ഒരു ബൾബിൻ്റെ ഒരു എൻഡിൽ വന്നു, മറ്റേ എൻഡോ ന്യൂട്രലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബൾബ് എന്താവും? ഓൺ ആവും. അപ്പോൾ ആ സമയത്ത് L1ൻ്റെ കണ്ടീഷൻ എന്താ? ഓൺ ആയിരിക്കും. ഓർ L1 എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് എന്നാണ് നമ്മൾ എഴുതുക കേട്ടോ. ബ്രൈറ്റ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. സ്വിച്ച് S1 അപ്പാണ്, S2 ഡൗൺ ആണ്. ഫേസ് വന്നു, അപ്പായതുകൊണ്ട് മുകളിലേക്ക് കണക്ഷൻ പോവും, ഫേസ് കറണ്ട് ഇതുവഴി പാസ് ചെയ്ത് ഇവിടെ വന്നു. ഇത് സ്വിച്ച് എവിടെയാണ്? ഡൗൺ ആരോയിൽ കിടക്കുന്നത്. കണ്ടോ, അപ്പം അപ്പിലല്ല കിടക്കുന്നത്, താഴത്തെ ആരോയിൽ കിടക്കുക. കണ്ടോ, താഴെ ആയിരിക്കും ആരോ. അപ്പം ഇത് എന്തായിരിക്കും? മുകളിലത്തെ കണക്ഷൻ എന്തായി? ഓപ്പൺ ആയില്ലേ? പവർ സപ്ലൈ അങ്ങോട്ട് പോവോ? ബൾബിലേക്ക് പോവില്ല, കാരണം മുകളിലത്തെ കണക്ഷൻ ഇല്ല, താഴേക്ക് കണക്ഷൻ കിടക്കുന്നത്. അപ്പോൾ ബൾബ് എന്തായി? ഡാർക്ക്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ആദ്യത്തേത് ഡൗൺ, S1 ഈസ് ഡൗൺ ആൻഡ് S2 ഈസ് അപ്പ്. ഓക്കെ, ഡൗൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? താഴേക്ക് കണക്ഷൻ കിടക്കുന്നത്. അപ്പെന്ന് പറഞ്ഞാലോ മുകളിലേക്ക് കിടക്കുന്നത്. നോക്കാം, ഫേസ് നേരെ വന്നു, ഇത് താഴേക്കായതുകൊണ്ട് താഴെ കൂടെ കണക്ഷൻ ഇങ്ങനെ കയറി ഇവിടെ വരും. ആ സമയത്ത് കൊണ്ട് കണക്ഷൻ മുകളിലേക്ക് കിടക്കുന്നത്, അപ്പാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പവർ സപ്ലൈ പോവില്ല. ആ സമയത്തും ബൾബ് എന്തായി? ഡാർക്കായി. ഓക്കെ, ദെൻ മൂവിങ് ടു ദ ലാസ്റ്റ് കണ്ടീഷൻ, രണ്ടും ഡൗൺ ആയിരിക്കും സമയത്ത്. ഫേസ് ഇങ്ങനെ വന്നു, ഇത് ഡൗൺ ആണ്. ഡൗൺ മീൻസ് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കിടക്കുക. ഇതും ഡൗൺ ആണ്, ഇങ്ങോട്ടേക്ക് കണക്ഷൻ കിടക്കുക. സോ ഡൗൺ താഴെ കൂടെ കയറി ഇവിടെ വന്നു. ഇത് ഡൗൺ ആയതുകൊണ്ട് ഇതുവഴി കയറി പോകും. ഉണ്ടോ, അപ്പോൾ ഫേസ് എന്ത് ചെയ്യും? ഇവിടെ വരും, അത് സൈഡിൽ നിന്ന് ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സമയത്ത് ബൾബ് എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും. അപ്പം ഇതിൽ
രണ്ട് സ്വിച്ചസും ഒരേ പൊസിഷനിലായിരിക്കും കേട്ടോ. രണ്ടും അപ്പ് ആയിരിക്കുമ്പോഴും രണ്ടും ഡൗൺ ആയിരിക്കുമ്പോഴും ബൾബ് എന്തായി? ബ്രൈറ്റ് ആയി. ഓക്കെ, ഇതാണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വരയ്ക്കാം. ഞാനതുകൂടെ വരച്ച് കാണിച്ചു തരാം. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ വരയ്ക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പഴയ സർക്യൂട്ടിൽ നോക്കിയിട്ട് എഴുതണം. സോ ഈ സൈഡ് ഞാൻ ന്യൂട്രൽ ലിങ്ക് ഒന്നും വരയ്ക്കുന്നില്ല, ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് വരച്ചു പോവാം. കാര്യങ്ങളൊക്കെ പ്രീവിയസ് സർക്യൂട്ട് പോലെ തന്നെ വേണം. ഫേസ് സ്വിച്ചിൻ്റെ സെൻട്രൽ പോയിന്റ് കൊടുത്തു, അപ്പ് ഡൗൺ. ഇപ്പുറത്തൊരു സ്വിച്ച് ഉണ്ട്, ലേഔട്ട് അനുസരിച്ച് എവിടെയാണ് ബൾബ് വരുന്നത്? സെൻട്രൽ പോയിന്റ് അല്ലേ, അപ്പോൾ അതിന് സെൻട്രലായിട്ട് വരയ്ക്കണേ. ഓക്കെ, റൈറ്റ്. ഇനി കണക്ഷൻസ് ഞാൻ കൊടുക്കുന്നത് ഈ മുകളിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഞാൻ താഴെ കൊടുക്കുന്നു. താഴെ കൊടുത്തു. താഴെ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു? ഞാൻ മുകളിൽ കൊടുത്തു. കണ്ടോ? ഈ സ്വിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഇങ്ങനെ താഴേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോട്ട് ലൈനാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ താഴേക്ക് ഡോട്ട് ലൈൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് L, ഇത് S1, S2. ഞാൻ ഫ്യൂസ് ന്യൂട്രലിംഗ് അങ്ങനത്തെ ഒന്നും വരച്ചിട്ടില്ല. ചുമ്മാ റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് മാർക്ക് ചെയ്തത് മാത്രമല്ല, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണേ. നമുക്ക് S1, S2, L മുമ്പേ പറഞ്ഞ പോലെ തന്നെ രണ്ടും അപ്പായിരിക്കുന്ന കണ്ടീഷൻ. ദെൻ ഇത് അപ്പും രണ്ടാമത്തെ ഡൗണും ആയിരിക്കുന്ന കണ്ടീഷൻ. മൂന്നാമത്തെ ഡൗണും അപ്പും ആയിരിക്കുന്ന കണ്ടീഷൻ. അടുത്തത് രണ്ടും ഡൗൺ ആയിരിക്കുന്ന കണ്ടീഷൻ. ഇങ്ങനെ 4 കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാവേ. ആദ്യം രണ്ടും അപ്പാണ് ഉണ്ടോ, ഈ വരച്ച പോലെ രണ്ടും അപ്പാണ്. ഓക്കെ, അപ്പോൾ കണക്ഷൻ എങ്ങനെ? ഫേസ് വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി ഉണ്ടോ. ഇത് അപ്പായതുകൊണ്ട് കണക്ഷൻ ഇപ്പുറത്തേക്ക് പോവോ? ഇല്ല, കണക്ഷൻ മുകളിലേക്കല്ലേ, ഇപ്പം പോകില്ല. അപ്പം ബൾബ് എന്തായി? ഡാർക്കായി. ഓക്കെ, ബൾബ് ഡാർക്കായി. രണ്ടാമത്തത് അപ്പും ഡൗണും ഉണ്ടോ. S1 അപ്പാണ്, S2 അങ്ങോട്ടാണ് ഡൗണാണ്, താഴേക്ക് കണക്ഷൻ കിടക്കുന്നത് ഉണ്ടോ, താഴേക്ക് കണക്ഷൻ കിടക്കുന്നത്. ജസ്റ്റ് മായ്ക്കാവേ. ഓക്കെ, ഇതപ്പും താഴെ ഡൗണും. ഓക്കെ, അപ്പോൾ എങ്ങനെ കണക്ഷൻ വരും? ഫേസ് വന്നു ഇങ്ങനെ, ഇത് അപ്പായതുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പോകും, മുകളിലത്തെ ലൈനിൽ കൂടെ വന്ന് താഴേക്ക് വരും. ഇത് ഡൗണാണ് ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കയറി ഇങ്ങനെ വന്ന് ഫേസ് ഇവിടെ വരും. ഇവിടുന്ന് ആരുണ്ട്? ന്യൂട്രലും ഉണ്ട്. ബൾബ് എന്താ? ഓണം ഓർ ബ്രൈറ്റ്. മൂന്നാമത്തെ കണ്ടീഷൻ ഡൗണും അപ്പും ഉണ്ട്. ഇത് ഡൗൺ ആണ്, ഇതെന്താ? അപ്പാണ്. ഇനി നമുക്ക് നോക്കാം ഫേസ്. അപ്പോൾ ഞാനിവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് മാറ്റാം. ഇത് ഡൗൺ ആണ് ഉണ്ട്, ഇപ്പോൾ താഴേക്ക് കണക്ഷൻ കിടക്കുക. ഇത് അപ്പാണ്, മുകളിലേക്ക് തന്നെ കണക്ക്. ഇപ്പോൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തേ. ഫേസിൽ നിന്ന് ഇങ്ങനെ വരുന്നു, ഇത് ഡൗൺ ആയതുകൊണ്ട് താഴെ കൂടെ പോകും. താഴെ കൂടെ ഉള്ള കണക്ഷൻ എവിടെ വന്നേ? ഇവിടെയല്ല വന്നേ. അപ്പോൾ ഇത് അപ്പാണ്, അപ്പോൾ ഇങ്ങനെ ഫേസ് നേരെ എന്ത് ചെയ്യും? ഇവിടെ വരും, ഇവിടുന്ന് ന്യൂട്രലും വരും. അപ്പോൾ ഈ ബൾബ് എന്തേ? ബ്രൈറ്റ് ആയി. ഓക്കെ, ആൻഡ് ഫൈനലി രണ്ടും ഡൗൺ ആണ്. രണ്ടും ഡൗൺ മാർക്ക് ചെയ്യാം നമുക്ക്. ഫേസിൽ ഇങ്ങനെ വരുന്നു, ഡൗൺ ആയതുകൊണ്ട് താഴെ കൂടെ പോകും, ഇങ്ങനെ കയറി, ഇങ്ങനെ കയറി ഇവിടെ വന്നു ഉണ്ടോ. ഇവിടെ കണക്ഷൻ ഉണ്ടോ? ഡൗൺ അല്ലേ, ഇവിടെ അല്ലേ കണക്ഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്തേക്ക് സപ്ലൈ പോവോ? ഇല്ല. അപ്പം ബൾബ് എന്തായി? ഡാർക്കായി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ അതർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം എവിടെയാണ്? തൊട്ടുമുമ്പ് വരച്ച സർക്യൂട്ടിലെ വ്യത്യാസങ്ങൾ എവിടെയാണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് പൊസിഷൻസ് ആകുമ്പോൾ ബൾബ് എന്തായി? ബ്രൈറ്റ് ആയി ഉണ്ടോ. ഒന്ന് അപ്പും ഒന്ന് ഡൗണും ആകുമ്പോൾ ബൾബ് എന്താവും? ബ്രൈറ്റ് ആവും. ഇനി പ്രീവിയസ് വരച്ച സർക്യൂട്ടിലാണെങ്കിലോ നോക്കിക്കേ, കണ്ടോ, രണ്ടും ഒരേ കണ്ടീഷനിലാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രണ്ടും അപ്പാണെങ്കിൽ ബ്രൈറ്റ്, രണ്ടും ഡൗൺ ആണെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കും, അതർവൈസ് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനിൽ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാൻ പറ്റും കേട്ടോ.
Okay, so that's a circuit, and you have to write this materials required. Okay. Then next experiment is the efficiency of transformer. Okay, ഇപ്പം ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയുടെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. ഇതാണ് പേഴ്സണലി ജനറൽ ഇക്വേഷൻ. അപ്പം ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു 2 വൈൻഡിങ് ഉള്ള ഒരു ഡിവൈസ് ആണ്. 2 വൈൻഡിങ്, 2 ടൈപ്പ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്ന ലോഡ് എന്താ? ഇലക്ട്രിക്കൽ ലോഡാ, ലാമ്പ് ലോഡ് കണക്ട് ചെയ്യാം. ഓക്കെ, ലാമ്പ് ലോഡ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്താ? ഒരു വോൾട്ടേജ് കൊടുക്കും. പ്രൈമറി ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കും, സെക്കൻഡറിയിൽ ഒരു ഇലക്ട്രിക്കൽ ലോഡ് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇലക്ട്രിക്കൽ ലോഡ് ആയതുകൊണ്ട് പവർ മെഷർ ചെയ്യാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ടു മെഷർ ദ പവർ, വാട്ട് മീറ്റർ ഉപയോഗിക്കാം, വാട്ട് മീറ്റർ. അതുപോലെ ഇൻപുട്ടിൽ പവർ മെഷർ ചെയ്യാൻ ആരെ ഉപയോഗിക്കാം? വാട്ട് മീറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ 2 വാട്ട് മീറ്റർ, ഒന്ന് പ്രൈമറിയിലും ഒന്ന് സെക്കൻഡറിയിലും എന്ത് ചെയ്യണം? നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് പവർ ആര് തരും? ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറി സൈഡ് കണക്ട് ചെയ്യുന്ന വാട്ട് മീറ്റർ ഔട്ട്പുട്ട് പവർ തരും. ഇൻപുട്ട് പവർ ആര് തരും? പ്രൈമറി സൈഡ് കണക്ട് ചെയ്യുന്ന വാട്ട് മീറ്റർ ഇൻപുട്ട് പവറും തരും. ഓക്കെ, ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. ഓക്കെ, ദെൻ നമുക്ക് സർക്യൂട്ട് വരച്ചു തുടങ്ങാം. ദിസ് ഇസ് ദ ട്രാൻസ്ഫോമർ. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ഇതാണ്, 230 വോൾട്ട് 230/115 ട്രാൻസ്ഫോമർ ആണ്. ആൻഡ് KVA റേറ്റിംഗ് തന്നെ വി ക്യാൻ ടേക്ക്, ദാറ്റ് ഈസ് 3 KVA റേറ്റിംഗ്. 3 KVയുടെ റേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ദെൻ ആക്ച്വലി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈമറി 230 ആണ് ആൻഡ് സെക്കൻഡറി 115 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി സൈഡിൽ കുറവായിരിക്കണം കേട്ടോ. ഒരു ലോജിക്കൂടെ അതിൻ്റെ അടുത്ത് നമുക്ക് വേണം. സെയിം വൈൻഡിങ്സ് വരയ്ക്കല്ലേ, നമ്പർ ഓഫ് ടേൺസ് വരയ്ക്കരുത്. സോ ഇത് 115 വോൾട്ട് ആയതുകൊണ്ട് അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കുറച്ചുകൂടെ കുറവായിരിക്കണം. ഓക്കെ, ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇവിടെ നമുക്ക് എഴുതാം, 3 KVA 230 വോൾട്ട് ബാർ 115 വോൾട്ട് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ലോഡ് കണക്ട് ചെയ്യണം. ലോഡ് കണക്ട് ചെയ്യാൻ നമുക്കിവിടെ ഒരു സ്വിച്ച് വെക്കാം. നമ്മൾ പ്രീവിയസ് ഇതിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലോഡ് ഇവിടെ കണക്ട് ചെയ്യും. ലാമ്പ് ലോഡാണ്. റേറ്റിംഗ് ഇവിടെ എഴുതാം, സ്വിച്ച് എസ് 2.5 kW ലാമ്പ് ലോഡ്. ഓക്കെ, ദെൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വാട്ട് മീറ്റർ വേണം ഔട്ട്പുട്ട് പവർ മെഷർ ചെയ്യാൻ. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത 2 കോയിൽസ് വാട്ട് മീറ്റർ ഉണ്ട്. ദിസ് ഈസ് ദ കറന്റ് കോയിൽ ആൻഡ് അതർ വൺ ഈസ് പ്രഷർ കോയിൽ. MLCP. ഓക്കെ, അതുപോലെ പ്രൈമറി സൈഡിലും നമ്മൾ പവർ മെഷർ ചെയ്യാൻ ഒരു വാട്ട് മീറ്റർ വേണം. MLCV. ഓക്കെ, ഇനി ഈ ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? വോൾട്ടേജ് കൊടുക്കണം യൂസിങ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഇതൊക്കെ പ്രീവിയസ് ലാബിൽ, പ്രീവിയസ് എക്സ്പെരിമെൻ്റ് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈ കൊടുക്കേണ്ട ഒരു ICDP സ്വിച്ച് നമുക്കിവിടെ വേണം. സോ ഈ 2 സ്വിച്ച് സെയിം ടൈം ക്ലോസ് ചെയ്യുന്ന അറിയാനായിട്ട് ഡോട്ട് ലൈൻ കൊണ്ട് അതിനെ ലിങ്ക് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഫ്യൂസ് കൊടുക്കുന്നു, ഇവിടെ ന്യൂട്രൽ ലിങ്ക്. ഇവിടെ എൻ്റെ റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നു, ദിസ് ഈസ് ഫേസ് ആൻഡ് ന്യൂട്രൽ 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് AC സപ്ലൈ.
ഓക്കെ, ഇതാണ് അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ വേരിയബിൾ പോയിന്റ് ഇതാണ്. ആ വേരിയബിളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ട് കാര്യം കൂടെ ഉണ്ട്. ഇവിടെ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ആര് വേണം? ഒരു വോൾട്ട് മീറ്റർ വേണം. സോ വി ആർ കണക്ടിങ് എ വോൾട്ട് മീറ്റർ ഹിയർ. 230 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ലാബിൽ അവൈലബിൾ ആയിട്ടുള്ളത് 300 വോൾട്ട് ആണ്. സോ 0 to 300 വോൾട്ട് മൂവിങ് അയൺ AC മീറ്റേഴ്സ് ആയിട്ട് മൂവിങ് അയൺ മീറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കറണ്ട് അറിയാനായിട്ട് വി നീഡ് ആൻ അമ്മീറ്റർ ഹിയർ. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തൊരു ടെസ്റ്റ് ആയതുകൊണ്ട് 0 to 10 ആംപിയർ എന്ന് പറയുന്ന ഒരു അമ്മീറ്റർ എടുക്കും. 0 to 10 ആംപിയർ. ഓക്കെ, ഇനി ഇതിൻ്റെ വാട്ട് മീറ്റർ സ്പെസിഫിക്കേഷൻ എഴുതണം. ഇവിടെ നമ്മുടെ ഇൻപുട്ട് 230 വോൾട്ട് ആണ്. സോ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിംഗ് 300 വോൾട്ട് ആണ്. 300 വോൾട്ട് ആംപിയർ 10 ആംപിയർ UPF മീറ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡറി സെല്ല് 115 വോൾട്ട് ആണ്. നമുക്ക് 150 ആണ് അവൈലബിൾ. 150 വോൾട്ട് 150 വോൾട്ട് ദാറ്റ് ഈസ് 10 ആംപിയർ UPF മീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രാം. Okay, then initial conditions. Initial conditions നമ്മൾ പ്രീവിയസ് ലാബുകളിൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആണ് ഇവിടെയുള്ളത്. ഇനീഷ്യൽ കണ്ടീഷൻസ് പറയുക. ICDP സ്വിച്ച് ഓപ്പൺ ആയിരിക്കണം. ICDP സ്വിച്ച് ഈസ് ഓപ്പൺ. Okay, then auto transformer minimum position ആയിരിക്കണം. Auto transformer is at minimum. Okay, then second select ചെയ്യുമ്പോൾ switch ഉണ്ട്. AC is open. Switch AC is open. പിന്നെ ലോഡ് അവിടെ നോ ലോഡ് ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ICDP സ്വിച്ച് ക്ലോസ് ചെയ്യണം. ക്ലോസ് ICDP സ്വിച്ച്. Close the ICDP switch. Then vary the auto transformer. എവിടെ വരെ വേരി ചെയ്യണം? റേറ്റഡ് വോൾട്ടേജ് വരെ. റേറ്റഡ് വോൾട്ടേജ് എത്രയാണ്? ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെൽ വോൾട്ടേജ് എത്ര? 230 വോൾട്ട് വരെ. ഇതാര് തരും? ഈ വോൾട്ട് മീറ്റർ തരും. സോ ആ വോൾട്ട് മീറ്റർ 230 വോൾട്ടേജ് കാണിക്കുന്നത് വരെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യണം? വേരി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി എനർജൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡറി സൈഡിൽ ലോഡ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്വിച്ച് എസ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ദ സ്വിച്ച് എസ്. Close the switch. Yes. Okay, then എന്ത് ചെയ്യുക? ലോഡ് ഇടുക. Put the load in steps. ഓക്കെ, ഓരോ ലോഡ് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് നോട്ട് ദ റീഡിങ്സ്. ഏതൊക്കെ റീഡിങ്സ് ഉണ്ട്? വോൾട്ട് മീറ്റർ ഉണ്ട്, അമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ W1. ഇതാണ് ഫസ്റ്റ് വാട്ട് മീറ്റർ. W1 എടുക്കുക. സെക്കൻഡ് W2 എടുക്കുക. W1 ഉണ്ട്, W2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര റീഡിങ്സ് എടുക്കണം. ഇനി ഇത് എവിടെ വരെ ലോഡ് ചെയ്യാം? ലോഡ് ദ ട്രാൻസ്ഫോമർ till the ammeter reads rated current. അമീറ്റർ റേറ്റഡ് കറണ്ട് റീഡ് ചെയ്യുന്നവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ റേറ്റഡ് കറണ്ട് എത്രയായിരിക്കും? സോ റേറ്റഡ് കറണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തിയറിയുടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പറയാം. സോ ഇത് 3 kV ട്രാൻസ്ഫോമറാണ്. 3 kV എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 VA. VA എന്ന് പറയുന്നത് വോൾട്ട് ആംപിയർ. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് VA എന്ന് പറയുന്നത്. അതായത് ഈ 3000 VA പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആയിരിക്കും. പ്രൈമറി സെക്കൻഡറി.
230/115. ഓക്കെ, അപ്പം ഈ പ്രൈമറിയിലെ കറണ്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 3000 എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, പ്രൈമറി സൈഡിലെ കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ 3000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എത്രയാ? 230 ഉണ്ടോ? VA 3000 VA ബൈ 230 V. അപ്പോൾ വിയും വിയും ക്യാൻസൽ ആരാ ബാക്കിയുള്ളത്? കറണ്ടാ ബാക്കിയുള്ളത്. സോ എത്ര കിട്ടും? 13 ആംപിയർ കിട്ടും. 13 ആംപിയർ. അപ്പം ഈ പ്രൈമറി സൈഡിൽ അല്ലെങ്കിൽ 230 സൈഡിൽ മാക്സിമം പോകാൻ പറ്റുന്ന കറണ്ട് എത്രയാണ്? 13 ആംപിയർ. അതുപോലെ തന്നെ 115 സൈഡിലാണെങ്കിലോ 3000 VA ഡിവൈഡഡ് ബൈ 115. അപ്പോൾ ഇതിൻ്റെ ഡബിൾ വരും, ദാറ്റ് ഈസ് 26 ആംപിയർ വരും. അപ്പോൾ സെക്കൻഡറിയിൽ മാക്സിമം എത്ര പോകാൻ പാടുള്ളൂ? 26. സെക്കൻഡറി ഉദ്ദേശിക്കുന്നത് 115 വോൾട്ടേജിൻ്റെ കോയിലിൽ മാക്സിമം എത്ര പോകാൻ പാടുള്ളൂ? 26 ആംപിയർ മാത്രമേ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അമ്മീറ്റർ പ്രൈമറി സൈഡിൽ കണക്ട് ചെയ്തതുകൊണ്ട് പ്രൈമറിയിൽ മാക്സിമം പോകാൻ പറ്റുന്ന കറണ്ട് എത്രയാണ്? 13 ആംപിയർ. ഓക്കെ, അപ്പോൾ അതുവരെ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തോടെ ഞാൻ ഇത് കറക്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട്. പ്രൈമറിയിൽ മാക്സിമം എത്ര ആംപിയർ വരെ പോകും? 13 ആംപിയർ വരെ പോകും എന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ റേറ്റിംഗ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാവേ. റേറ്റിംഗ് എത്ര കൊടുക്കണം ഇവിടെ? 10 ആംപിയർ പോരാ, 15 ആംപിയർ കൊടുക്കണം കേട്ടോ. 0 to 15 ആംപിയർ. കാരണം 13 ആംപിയർ വരെ എന്ത് ചെയ്യും? പ്രൈമറി കറണ്ട് ഫ്ലോ ചെയ്യും. 15 ആംപിയർ. അപ്പം വാട്ട് മീറ്ററിന് 10 ആംപിയർ പോരാ, എത്ര വേണം? 15 ആംപിയറിൻ്റെ വാട്ട് മീറ്റർ വേണം കേട്ടോ. ഓക്കെ, 15 ആംപിയർ UPF. സെക്കൻഡറിയിൽ ഒരു പ്രശ്നമുണ്ട്. സെക്കൻഡറിയിൽ മാക്സിമം പോകുന്ന, പ്രൈമറിയിൽ 13 പോയി കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എത്ര പോകും? 26. അല്ലെങ്കിൽ 115 സൈഡിൽ എത്ര ആംപിയർ പോകും? 26. അപ്പോൾ ഇവിടെ എന്ത് വേണം? 150 പോലെ 30 ആംപിയറിൻ്റെ വാട്ട് മീറ്റർ വേണം ഇവിടെ കണക്ട് ചെയ്യാൻ കേട്ടോ. 30 ആംപിയർ. ഓക്കെ, കാരണം 26 ആംപിയർ വരെ ഫ്ലോ ചെയ്യും. അപ്പോൾ അത് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് 30 ആംപിയർ, 30. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ്. നമുക്ക് ടാബ്ലർ കോളം കൊണ്ടൊന്ന് വരയ്ക്കാം. സീരിയൽ നമ്പർ വേണം, പിന്നെ വോൾട്ട്മീറ്റർ റീഡിങ്, അമീറ്റർ റീഡിങ്, W1 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടാണ് അല്ലോ. ഇൻപുട്ട് പവർ, ഇൻപുട്ട് W1. ഔട്ട്പുട്ടാണ് W2. ദെൻ എഫിഷ്യൻസി എന്താ? എഫിഷ്യൻസി W2 by W1 into 100. Okay, this is the transformer test, efficiency of transformer. The unit is volt and unit, volt, current and unit, ampere. Okay, input unit is power, watt. Efficiency is in percentage. Okay, now moving to the next one, half wave rectifier. ഹാഫ് വേവ് റെക്ടിഫയർ ഒരു സിംഗിൾ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ട്രാൻസ്ഫോർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 230/6 ഓർ 230/12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോർ നമുക്കിവിടെ ഉപയോഗിക്കാം. ഇതാണ് ഫേസ്, ന്യൂട്രൽ. 230 വോൾട്ടിന് മാത്രം എഴുതിയാൽ പോരാ, 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് AC എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫോർ 230/6. ഒരു ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 1N4007 കേട്ടോ, 4007. സോ ദർ ഇസ് എ കപ്പാസിറ്റർ ഓൾസോ ആൻഡ് എ റെസിസ്റ്റർ ഓൾസോ. ദെൻ ഇവിടെയാണ് നമ്മൾ ഒരു ദറ്റ് ഈസ് CRO അല്ലെങ്കിൽ DSO ഇവിടെ കണക്ട് ചെയ്യും. DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. അതിലാണ് നമ്മൾ വേവ് ഫോം കാണുക. ഓക്കെ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം നമ്മളിവിടെ വരയ്ക്കണം. ഓക്കെ, ഇതാണ് ഇൻപുട്ട്.
സോ ഈ സർക്കിൾ ഒരു കപ്പാസിറ്റർ, ഈ ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ കപ്പാസിറ്റർ എന്നാണ് വിളിക്കുക, ഫിൽറ്റർ കപ്പാസിറ്റർ. ആദ്യം ഞാൻ വരയ്ക്കുന്നത് കപ്പാസിറ്റർ ഇല്ലാത്തൊരു ഡയഗ്രമാണ്, ഫിൽറ്റർ കപ്പാസിറ്റർ ഇല്ലാത്തൊരു ഡയഗ്രമാണ്. ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഔട്ട്പുട്ട്. അപ്പം ആദ്യം നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും കേട്ടോ. ഈ എൻഡ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയസ്ഡ് ആയ സമയത്ത് കണ്ടക്ട് ചെയ്യും. എങ്ങനെ കണ്ടക്ട് ചെയ്യും? ത്രൂ. ആദ്യം ഞാൻ വരയ്ക്കുന്നത് ഫിൽറ്റർ കപ്പാസിറ്റർ ഇല്ലാത്തൊരു ഡയഗ്രമാണ്, ഇല്ലാത്തതാണ്. സോ ഇതുവഴി എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. സോ ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് റെസിസ്റ്ററിൽ കൂടെ ഇങ്ങനെ പോകും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ടാണ്, അതായത് R1 അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് സെയിം ആസ് ഇൻപുട്ട്. ഓക്കെ. ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താവും? ഇവിടെ നെഗറ്റീവ്, ഇത് പോസിറ്റീവും. സോ സമയത്ത് ഡയോഡ് എന്താ? റിവേഴ്സ് ബയസ്ഡ് ഓപ്പൺ സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്. അപ്പോൾ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. സോ ഔട്ട്പുട്ട് ഈസ് 0. അതുപോലെ വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ there is a voltage, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ there is no voltage. This is the output. ഇനി അവിടെ ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ആ ചാർജിനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും. സോ വേവ് ഫോം ബി ലൈക്ക്, ഞാൻ ആദ്യം നമ്മുടെ കപ്പാസിറ്റർ ഇല്ലാത്ത വേവ് ഫോം ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ. വിത്ത് ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്റർ വിത്ത് സി. വിത്ത് കപ്പാസിറ്റർ. അപ്പം ഇനീഷ്യലി ഇവിടെ നിന്ന് തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ആ കപ്പാസിറ്റർ ചാർജ് എന്ത് ചെയ്യും? ഇങ്ങനെ അടുത്ത വേവ് ഫോം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നിലനിർത്തും. കണ്ടോ? ഇങ്ങനെ പോകും. വീണ്ടും എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. അടുത്ത സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഫിൽറ്റർ കപ്പാസിറ്റർ ഉള്ളപ്പോഴുള്ള വ്യത്യാസം. കണ്ടോ? നേരെ 0 ആവുന്നില്ല, ബട്ട് ആ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്ററിലെ കുറച്ചുകൂടെ ചാർജ് കുറഞ്ഞു വരും, ബട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? 0 ആവുന്നില്ലാത്തൊരു കണ്ടീഷനാണ്. അതാണ് ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ. Now move on to next one, full wave rectifier. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട്, രണ്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത് ബ്രിഡ്ജ് ആണ് കേട്ടോ, ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ. ഇവിടെ ഞാൻ ആദ്യം വരയ്ക്കുന്നത് കപ്പാസിറ്റർ. ഇത് പ്രീവിയസ് പോലെ തന്നെ ഫിൽറ്റർ കപ്പാസിറ്റർ ആണ്. അതില്ലാത്ത ഒരു ഡയഗ്രമാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഇത് ഇൻപുട്ടാണ്. ന്യൂട്രൽ. ഓക്കെ. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തിയറി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പർ എൻഡ് ഈസ് പോസിറ്റീവ്, ദെൻ ലോവർ. സോ ഇവിടുന്ന് ഫേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് D1ഉം D2ഉം ഫോർവേഡ് ബേസ്ഡ്. അപ്പോൾ രണ്ടും എന്തായി? ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. നേരെ കണക്ഷൻ ഇങ്ങനെ വരും, ഇങ്ങനെ പോയി റെസിസ്റ്ററിൽ കൂടെ ഇങ്ങനെ വന്നു, തിരിച്ച് നേരെ ഇവിടെ വന്നു, നേരെ D2ൽ കൂടെ കയറി തിരിച്ച് എന്ത് ചെയ്യും? നെഗറ്റീവ് വരും. Okay, so there's a conduction during the positive half cycle. But there's a output voltage. Then during the negative half cycle, the upper end is negative and then the lower. So ആ സമയത്ത് ആരൊക്കെ കണ്ടക്ട് ചെയ്യും? D3ഉം D4ഉം ആയിരിക്കും കണ്ടക്ടിങ്. ബാക്കി രണ്ടെണ്ണം ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ റിവേഴ്സ് ബൈസ് ആണ്. സോ പ്ലസിൽ നേരെ വരുന്നു, D3 നേരെ റെസിസ്റ്റൻസ് തിരിച്ചു വരും, നേരെ D4ൽ കൂടെ കയറി നെഗറ്റീവ് വരും. സോ ദർ ഇസ് ഓൾസോ എ കണ്ടക്ഷൻ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓൾസോ. സോ ഇങ്ങനെ അത് കണ്ടക്ട് ചെയ്യും. ഔട്ട്പുട്ട് വിത്തൗട്ട് സി കേട്ടോ, വിത്തൗട്ട് ദ ഫിൽറ്റർ കപ്പാസിറ്റർ.
ഫിൽറ്റർ കപ്പാസിറ്റിയോട് വരുമ്പോൾ എന്താ വ്യത്യാസം വരിക? ആ ചാർജിനെ ഹോൾഡ് ചെയ്ത് നിർത്തും. ഞാനിത് കപ്പാസിറ്റില്ലാത്ത ഡോട്ട് ലൈനായിട്ടൊന്ന് വരയ്ക്കുകയാണേ. ഇതിങ്ങനെ കപ്പാസിറ്റിനെ ചാർജ് ചെയ്തു മാക്സിമം എത്തി, പിന്നെ അത് ഹോൾഡ് ചെയ്ത് നിർത്തും. കണ്ടോ, ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ ഒരിക്കലും എന്താവുന്നില്ല, സീറോ ആവുന്നില്ല. കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് ഒരിക്കലും സീറോ ആവുന്നില്ല. ഔട്ട്പുട്ട് വിത്ത് കപ്പാസിറ്റർ. ഓക്കെ, സോ എല്ലാ എക്സ്പെരിമെൻറ്റും ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ.